മിനിഞ്ഞാന്നത്തെ മനോരമ ഞാൻ പറയുന്ന മറ്റു പത്രത്തിലുണ്ട്. മനോരമ പത്രത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ മനോരമ പലപ്പോഴും ധാരാളം വിമർശനം പറയുന്ന ഒരു പത്രം ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നതേ ഉള്ളേ. മറ്റു പത്രങ്ങളിലൊക്കെ വരാറുണ്ട്, ഓരോ ദിവസവും ഈ പത്രങ്ങളിലുണ്ട്. അതിന് വന്നൊരു വാർത്തയുണ്ട്, PSC നിയമനത്തെ സംബന്ധിച്ച് ഇന്ത്യയിലാകെ നടന്ന ഏകദേശം ജൂലൈ ടു ജൂലൈ ആണ്. അതിനകത്ത് ഏകദേശം ഇന്ത്യയിലാകെ നടന്ന അപ്പോയിൻമെൻറ്റിൻ്റെ 60%, ആ കണക്ക് ഞാനെടുത്ത് അയച്ചു തരേണ്ട കാര്യമില്ല, പത്രത്തിൽ വന്നതാണ്, 60% കേരളത്തിലാണ് നടന്നത്. ഇതിനു മുമ്പ് പാർലമെൻറ്റിലൊരു മറുപടി കൊടുത്തു. കഴിഞ്ഞ 6 മാസക്കാലത്ത്, ആ പീരീഡ് വെച്ചിട്ട് 6 മാസക്കാലത്ത് ആകെ നടന്ന അപ്പോയിൻമെൻറ്റിൽ 25,000 PSC വഴി എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന അപ്പോയിൻമെൻറ്റ്. അതിൽ 19,000 കേരളത്തിലാണ്. ഇപ്പോൾ PSC വഴി അപ്പോയിൻമെൻറ്റ് നടക്കുന്ന കേരളത്തിലാണ്. ഇപ്പോൾ ഞാനീ പറഞ്ഞ വാർത്ത, മനോരമ വന്ന വാർത്ത, അത് ഇന്ത്യയിലെ PSCകളുടെ അപ്പോയിൻമെൻറ്റ് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസി എടുത്ത കണക്കാണ്. ആ കണക്കിൽ ഏതാനും 10,000-60,000 എങ്ങാണ്ട് കണക്കാണ്. അതിനകത്ത് 60%-ലധികവും ഈ 3% ആളുള്ള കേരളത്തിലാണ് നടത്തിയത് എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ജീവനക്കാരോട്, ചെറുപ്പക്കാരോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ ലക്ഷണമാണ്. നമ്മൾ സാമൂഹ്യക്ഷേമ രംഗത്തുള്ള പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ നന്നായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കേരളത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സർക്കാർ സംവിധാനം, ജീവനക്കാർ, ആകെയുള്ള സാമൂഹ്യ വികസന രംഗം ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും രാഷ്ട്രീയമായ ചെറിയ ചെറിയ താല്പര്യത്തിന് അതീതമായി കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കണം. അത് പറയാൻ തന്നെയാണ് ഡൽഹി സമരത്തിന് എന്തെല്ലാം UDF തീരുമാനിച്ചെങ്കിലും അവർ ഈ സമയം എന്തായാലും 9-നകത്തെ പറ്റൂ. ഡൽഹി സമരത്തിന് UDFും പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഇത് ആരുടെയും ഒരു ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായ പ്രശ്നമല്ല. കേരളത്തിന് കിട്ടാനുള്ള 50,000 കോടി രൂപ ഒരു വർഷം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ 50,000 കോടി രൂപ താഴോട്ട് ചിലവാക്കുമ്പോൾ അതിൽ നിന്ന് 1-2 ലക്ഷം കോടി രൂപ ആളുകളുടെ ഇടയിലേക്ക് പലതവണ മറിച്ച് ചെല്ലുമ്പോൾ എന്തും വേണ്ടി മാറ്റം ഉണ്ടാകും കേരളത്തിൽ. കേരളത്തിൻ്റെ സാമ്പത്തിക വികസനത്തെ വലിയ തോതിൽ തടയുന്ന തരത്തിലാണ് പണം വെട്ടിക്കുറയ്ക്കുന്നത്. അതെല്ലാം മേഖലയിലും ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ കൊണ്ടുപോകണം. നമുക്ക് നാട്ടിലെ ജനങ്ങളുടെ തൊഴിലും ജീവിതവുമാണ് പ്രശ്നം. അക്കാര്യത്തിനകത്ത് സർക്കാർ ജീവനക്കാരും പൊതുജനങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന പോലെ അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാതെ പ്രതിപക്ഷത്തിൻ്റെയും സഹകരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാവണം. പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രസമ്മേളനത്തിലെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നേരത്തെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഈ പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ വിനീതമായ അഭ്യർത്ഥന, ഈ കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം 50,000 കോടി രൂപ നഷ്ടപ്പെട്ടാൽ 2, 3, 4 വർഷമാകുമ്പം 2 ലക്ഷം കോടി രൂപ കേരളത്തിൽ വരേണ്ടത് കേരളത്തിൽ വരില്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും, മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകും. ചിലപ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് തന്നെ കിട്ടണമെന്നില്ല, കോർപ്പറേറ്റുകളുടെ പല ഇതിനും ഉള്ള പദ്ധതികൾക്ക് പോകും. അതുകൊണ്ട് ആ കാര്യം പറയാനാണ് വിളിച്ചത്. ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ ഈ കാര്യം കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി മാത്രമല്ല, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് 8-ാം തീയതി നടക്കുന്ന കേരളം ആകെ ഒരുമിച്ച് ചേർന്ന് നടത്തേണ്ട ഈ വലിയ പ്രക്ഷോഭം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയണമെന്നുള്ളതുകൊണ്ടാണ് വിളിച്ചത്.